കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 11, തിരുവചനങ്ങൾ 20 മുതൽ. അക്കാലത്ത് യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കുവാൻ തുടങ്ങി. കൊറാസീൻ, നിനക്ക് ദുരിതം! ബെത്സയിദ, നിനക്ക് ദുരിതം! നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിനിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി അനുതപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടയറിനും സീദോനും നിന്നേക്കാൾ ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടുവെന്നു, പാതാളം വരെ നീ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിൻ്റെ സ്ഥിതി നിന്റേതിനേക്കാൾ സഹനീയമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം നമുക്ക് തരുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളുമെല്ലാം സ്വീകരിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ സങ്കടങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും. അതൊന്നും ഉണ്ടാകില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് കാത്തുകൊള്ളുമെന്നും കർത്താവ് ഓരോരുത്തരിലും അവരുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും തരുന്നുണ്ടെന്നുമെല്ലാം വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടത് 7-ാം അധ്യായം. സിറിയയും ഇസ്രായേലും അതായത് വടക്കുള്ള ഇസ്രായേലിൻ്റെ രാജ്യം, ഇവർ രണ്ടുപേരും ചേർന്ന് യൂദയായോട് പറയുകയാണ് അസീറിയയ്ക്കെതിരെ സഖ്യം ചേരാനായിട്ട്. അസീറിയയ്ക്കെതിരെ സഖ്യം ചേർന്നില്ലെങ്കിൽ ഇവരെ നശിപ്പിച്ചു കളയും എന്ന ഒരു സൂചന ലഭിക്കുകയാണ്. അപ്പോൾ യൂദയുടെ രാജാവായ ആഹാസും ആ രാജ്യം മുഴുവൻ ഇങ്ങനെ ഭയന്ന് വിറയ്ക്കുകയാണ്. അപ്പോഴാണ് പ്രവാചകൻ ചെന്ന് ആഹാസിനോട് പറയുന്നത്, അതൊരിക്കലും സംഭവിക്കില്ല. ദൈവം നിന്നോട് പറയുന്നു, അവർ ഒരിക്കലും സംഭവിക്കില്ലെന്ന് മാത്രമല്ല, അവർ നശിച്ചു പോകും. അവസാനത്തെ വചനം, ഇന്ന് നമ്മൾ വായനയുടെ ഭാഗത്തെ അവസാനത്തെ വചനം നമ്മോട് പറയുന്നതാണ്, വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കുകയില്ല. നമ്മൾ പിന്നീട് ഇത് വായിച്ചാൽ കാണാൻ സാധിക്കും, ആഹാസ് ഇത് വിശ്വസിച്ചില്ല. ആഹാസ് ദൈവത്തിൻ്റെ നിന്ന് അടയാളം ചോദിച്ചു കൊള്ളാൻ ദൈവം പറഞ്ഞിട്ടും തന്നെ പ്രധാനപ്പെട്ട ഒരു തൻ്റെ തീരുമാനത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആഹാസിനെ നമുക്ക് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് എന്നെയും നിങ്ങളെയും നോക്കി പറയുന്നൊരു കാര്യം ഇതാണ്, നിന്റെ ജീവിതത്തിന് വേണ്ട എല്ലാ കൃപകളും സംരക്ഷണവും കർത്താവ് തരും. പക്ഷേ അത് നീ വിശ്വസിച്ച് ഏറ്റെടുത്താലാണ് നിന്നിൽ അത് ഫലമുണ്ടാവുകയുള്ളൂ. ആഹാസിനോട് ദൈവം പറഞ്ഞു, നീ വിശ്വസിച്ചാൽ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല, ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നല്ലേ, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തിയും സംരക്ഷിക്കപ്പെടുമെന്നൊരു ഉറച്ച ബോധ്യം അവർക്കുണ്ടാവണം. ആഹാസിനോട് ദൈവം പറഞ്ഞത്, നീ അവരെ നോക്കി ഭയപ്പെടേണ്ട, നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. കാരണം യൂദയായുടെ യഥാർത്ഥ രാജാവ് ദൈവമാണ്. നീ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലും യൂദയായുടെ യഥാർത്ഥ രാജാവ് ദൈവമാണ്. ആ ഭവനം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല, അധികാരത്തിൻ്റെ ദണ്ഡ് അവിടുന്ന് മാറിപ്പോവുകയില്ല എന്ന് കർത്താവ് വാക്കുകൊടുത്തിട്ടുള്ളത്. അപ്പം ആഹാസിനോട് പറയാണ്, നീ നിനക്കെതിരെ നിൽക്കുന്നവരെ കണ്ട് ഭയപ്പെടരുത്. പലപ്പോഴും ഈ സിറിയയുടെ രാജാവിനെ പോലെയും എഫ്രായിൻ്റെ രാജാവിനെ പോലെയും ഒക്കെ ഉള്ളവർ നമ്മുടെ ജീവിതത്തിൽ പലരും ഉണ്ടാവാം. ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഇനിയും അതിജീവിക്കാൻ പറ്റാത്ത ചില ദുർബല നിമിഷങ്ങളായിരിക്കാം, നമുക്ക് ഇനിയും ഒക്കെ ആകാൻ സാധിക്കാത്ത ജീവിതത്തിലെ ചില വേദനകളും സങ്കടങ്ങളും പരാജയങ്ങളും ഒക്കെ ആകാം. നമുക്കെതിരെ നിൽക്കുന്നത് എന്താണെങ്കിലും കർത്താവിനോട് ചേർന്ന് നിന്നാൽ അത് പുകഞ്ഞ കൊള്ളി പോലെ പുറത്തു പോകും എന്ന് കർത്താവ് നമ്മോട് പറയാം. പ്രിയമുള്ളവരെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉറപ്പതാണ്, എൻ്റെ കർത്താവ് എന്നെ കാത്തുകൊള്ളുമെന്ന വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവുക. കർത്താവ് എന്നെ കാത്ത്
ഞാൻ ആഗ്രഹിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും തന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടല്ല ഞാൻ മുന്നോട്ട് പോകേണ്ടത്. പിന്നെയോ, ഞാൻ ധൈര്യത്തോടെ കർത്താവിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ചുവട് വയ്ക്കാനും ആവശ്യമായ കൃപ കർത്താവ് തരും. കർത്താവ് ആദ്യം എല്ലാ പ്ലാനും ഇങ്ങനെ എടുത്ത് എൻ്റെ ഫ്രണ്ടിലിട്ടിട്ട് പറയുകയാണ്, നാളെ ഇങ്ങനെ സംഭവിക്കും, അടുത്ത ആഴ്ച ഇങ്ങനെ സംഭവിക്കും, ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കാം പോകാൻ പോകുന്നത്, നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് നമുക്ക് എല്ലാ അറിവും തന്ന് നമ്മുടെ മുമ്പിൽ എല്ലാം തുറന്നു വെച്ചിട്ടല്ല കർത്താവ് വരുന്നത്. അവിടെ നമുക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അവിടെ നമ്മൾ വിശ്വാസത്തെക്കാൾ കൂടുതൽ നമ്മൾ എനിക്ക് അറിയാം എങ്ങനെയാണ് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. കർത്താവ് നമുക്ക് ഓരോ ദിവസവും ഓരോ ചുവട് വയ്ക്കാനുള്ള കൃപ തരുവാണ്. ആ കർത്താവിനോട് ചേർന്ന് പറയണം, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കർത്താവ് എന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നിടത്താണ് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നത്. ഇന്ന് പിതാവായ ദൈവം ഇസ്രായേലിനെ നോക്കി സങ്കടപ്പെട്ടതുപോലെ കർത്താവ് 3 നഗരങ്ങളെ നോക്കി സങ്കടപ്പെടുന്നത് നമുക്ക് കാണാം. കൊറാസീൻ, ബെത്സയിദ നിനക്ക് ദുരിതം, കഫർനാമേ നിനക്ക് ദുരിതം. പിള്ളേർ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗവും ചെയ്തിട്ടുള്ള, കർത്താവ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള 3 നഗരങ്ങളാണിത്. കർത്താവിൻ്റെ രണ്ടാമത്തെ ഹോം അല്ലെങ്കിൽ സെക്കൻഡ് ഹോം അല്ലെങ്കിൽ രണ്ടാമത്തെ ഭവനം എന്നിവരെ കഫർനാം അറിയപ്പെട്ടിരുന്നു. കർത്താവ് ഏറ്റവും കൂടുതൽ തങ്ങി നിന്നിട്ടുള്ള ഒരു ഇടമാണ് കഫർനാം. ഇവിടെ കർത്താവ് അസംഖ്യം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും അവരുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ഈ ഒരു 3 നഗരങ്ങളെക്കുറിച്ച് പറയുന്നത്, അവർ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള ജീവിതശൈലി പിന്തുടർന്നിരുന്നവരാണ്. യഹൂദരായിരുന്ന അവർ ഏറ്റവും കർശനമായിട്ട് മോശയുടെ നിയമത്തിൽ നിലനിൽക്കുവാൻ പരിശ്രമിച്ചവരാണ്. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു മാറ്റം കാണാൻ കർത്താവിന് സാധിക്കുന്നില്ല. കർത്താവ് പറയാണ്, പ്രധാനപ്പെട്ടത് എന്താണ്? നിന്റെ ജീവിതത്തിൽ നിനക്ക് തരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ തന്നത് എന്തിനാണ്? നീ ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ്, നീ വിശ്വാസത്തിൽ ആഴപ്പെടാനാണ്. ഇനിയും നിനക്ക് മാനസാന്തരമായില്ലേ? ഇനിയും നിനക്ക് ബോധ്യമായില്ലേ? എന്തുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇത്രയും സ്നേഹം കാണിച്ചിട്ടും നിനക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നിട്ടും നിന്നെ ഇത്രയും ഞാൻ പരിപാലിച്ചിട്ടും എന്തുകൊണ്ടാണ് നിന്നിൽ നിന്നും ഫലം കാണാൻ എനിക്ക് സാധിക്കാത്തതെന്ന് കർത്താവ് ചോദിക്കുക. നമ്മളെല്ലാവരും പല സമയങ്ങളിൽ പല രീതിയിൽ പരാതി പറഞ്ഞിട്ടുണ്ടാവാം. ജീവിതത്തിൽ അതില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ല, എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കൃപ എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒത്തിരി പരാതികൾ പറഞ്ഞിട്ടുണ്ടാവാം. കർത്താവ് പറയാണ്, പരാതികൾ പറയുന്നതിനേക്കാൾ ഉപരി നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീ എണ്ണുക. പരാതി പറയാൻ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? നമ്മുടെ പ്രവർത്തികൾക്കൊത്ത് ദൈവം പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതിലും മോശമായതൊരു പക്ഷേ നമ്മുടെ ലൈഫിൽ സംഭവിച്ചേനെ. കർത്താവ് പറയാണ്, നിന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്നു. നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ മറ്റാർക്കെങ്കിലും ഞാൻ കൊടുത്തിരുന്നെങ്കിൽ അവർ നിന്നേക്കാളും അടിപൊളിയായിട്ട് ജീവിച്ചാൽ. നിനക്ക് കൊടുത്തിരുന്ന അത്ഭുതങ്ങൾ ഞാൻ മറ്റാർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവർ എന്നിൽ വിശ്വസിച്ച് ശക്തിയോടെ തീക്ഷ്ണതയോടെ ജീവിച്ചാൽ. അല്ലെ, ചില മക്കൾ വന്ന് പറയും, അച്ഛാ കോപ്പി അടിച്ചു. ഞാൻ ചോദിക്കും, ഫസ്റ്റ് റാങ്ക് കിട്ടുമോ? ഒരു ഫസ്റ്റ് റാങ്ക് ഒന്നും കിട്ടിയല്ല, നല്ല മാർക്ക് കിട്ടുമോ? ജയിക്കുമായിരിക്കും അച്ഛാ. ഒരു കാര്യം ചെയ്യുക, കർത്താവിനോട് പറ, എനിക്ക് ബുദ്ധിയും വേണ്ട, പഠിക്കാനുള്ള കഴിവും വേണ്ട, ഞാൻ കോപ്പി അടിച്ച് പരീക്ഷ എഴുതിക്കോളാം. എനിക്ക് തന്ന ബുദ്ധിയും പഠിക്കാനുള്ള കഴിവും എടുത്ത് മറ്റേതെങ്കിലും മക്കൾക്ക് കൊടുത്തു, അവർ പഠിച്ച് ജയിച്ചോട്ടെ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും. ദൈവം തന്നതിനെ നോക്കി നന്ദിയോടും ഉത്തരവാദിത്വത്തോടും കൂടി ജീവിക്കുന്നതിന് പകരം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, കിട്ടാതെ പോയി എന്ന് കരുതുന്ന പലതിനെയും ഓർത്ത് നമ്മൾ പരിഭവപ്പെടുക. നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഉത്തരവാദിത്വം തരുന്നുണ്ട്, നമ്മൾ ഉത്തരവാദികളാക്കുന്നുണ്ട്. നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ച് ഉത്തരവാദിത്വത്തോടെ ജീവിക്കുവാനും ആ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഞാൻ അതിന് ചേർന്നൊരു ജീവിതം നയിക്കുവാനും ദൈവം ആഗ്രഹിക്കുവാണ്. ഈ ദിവ്യബലിയിൽ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന നിരവധിയായ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അത് തിരിച്ചറിയുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഓരോ ജീവിത അനുഗ്രഹങ്ങളോടും നന്ദിയോടെ ആയിരിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങ് തന്നിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളോട് നന്ദി പറയുമ്പോൾ വിശ്വാസത്തോടെ അങ്ങോട്ട് ചേർന്ന് നിൽക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ നോക്കി നന്ദി പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ അതിന് യോജിച്ച ഫലം, അതിന് യോജിച്ച ജീവിതം നയിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.